എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഒരു വീട് നഷ്ടപ്പെട്ട ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോ എവിടെ പോകുന്നില്ല. കുടുംബങ്ങളെ പോയിട്ട് പോയാലും അവര് സ്വീകരിക്കില്ലെന്നല്ല, പക്ഷെ എത്ര നാൾ എത്ര ദിവസം. എന്റെ വീട് ഇവിടെ ആയിരുന്നു. കാരണം പറഞ്ഞാല് എന്റെ വീട് പറഞ്ഞ ഊഹത്തിൽ പറയാണ്. സർക്കാർ ഇപ്പൊ ഞങ്ങളെ ദൈവം, അങ്ങനെ തന്നെ പറയാം. ഈ വീട് നമ്മളെ 10-20 വർഷത്തെ അന്ന് മിച്ചം വെച്ചും കുറി പിടിച്ചും ചിട്ടി വെച്ചൊക്കെ കുറേശ്ശെ ആയിട്ട് സമ്പാദിച്ചിട്ട് വീട് പണി മൊത്തത്തിൽ പൂർത്തിയാക്കി. അതും കുറെ പണി ബാലൻസ് നിർത്തി. അങ്ങനെ 2019 പുത്തുമല ഉരുൾപൊട്ടുന്ന ആ സമയത്താണ് ഞങ്ങള് ബാക്കി മൊത്തം പണി തീർത്ത് മോളെടുക്കാനായിട്ട് വന്ന പോലെയാണ് നമുക്കത് തോന്നുന്നത്. മോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്കൊരു ജോലി ആയി കഴിഞ്ഞിട്ട് നല്ലൊരു സ്ഥലത്ത് അച്ഛനും അമ്മയ്ക്കും നല്ലൊരു വീട് ഞാൻ വെച്ച് തരും. വീടായാലും നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ മോള് കൂടെ ഇല്ല എന്നുള്ള നമുക്കൊരു വേദന തന്നെയാണ്. ഒറ്റ നിമിഷം കൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയതെല്ലാം ഉരുളെടുത്തപ്പോൾ അവരെ ഒന്നുമല്ലാതാക്കി കളഞ്ഞ പ്രകൃതിയെ നോക്കി ഇനി ഞങ്ങൾ എവിടേക്ക് പോകുമെന്ന് അന്ന് ചങ്കുപൊട്ടി ചോദിച്ചിരുന്നു ചൂരൽമലയിലെ ഉസ്മാനെ പോലെയുള്ളവർ. എന്ത് നഷ്ടപ്പെട്ടോട്ടെ, പക്ഷെ ഇരിക്കൂര ഒരാൾക്കും നഷ്ടപ്പെടരുത്. പാകളുടെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുമ്പോ തോരാത്ത മഴയ്ക്കൊപ്പം ഒലിച്ചുപോയ ഇവരുടെ കണ്ണീരിനെ ഇന്ന് കൽപ്പറ്റ എൽസ്റ്റൺ ഭൂമിയിലെ വീടുകൾ മറുപടി പറയുകയാണ്. വലിയ നഷ്ടങ്ങൾക്കപ്പുറവും അതിജീവനത്തിന്റെ ഒടുവിലത്തെ കടമ്പയും കടക്കുകയാണ്. എന്റെ വീട് ഇവിടെ ആയിരുന്നു. സർക്കാർ ഇപ്പൊ ഞങ്ങളെ ദൈവം, അങ്ങനെ തന്നെ പറയാം. കാരണം ആരും ഇല്ലാത്തവർക്ക് ആരെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ സർക്കാർ എല്ലാവർക്കും ഉണ്ടാവും. കാരണം പറയാം, സർക്കാരും മാത്രമല്ല ഞങ്ങൾ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാടിന്. നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ അതാണ് കേരളം. ജാതി മതം വ്യത്യാസമില്ലാതെ എല്ലാവരും സഹായിച്ചിട്ട് സർക്കാരിൽ എത്തിച്ച പൈസ ഞങ്ങളെപ്പോലത്തെ കറക്റ്റ് എല്ലാം വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മാസത്തിലാണെങ്കിലും ഞങ്ങൾ ഒരു ജീവിതം മുന്നോട്ട് പോകാനുള്ള രീതിക്ക് സർക്കാർ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളെ കളക്ടർ ഈ വയനാടിന്റെ എന്താ പറയാ മുത്താണെന്ന് തന്നെ പറയാം. ഉടുതുണിക്ക് ഒന്നും ഇല്ലാണ്ട് ഇവിടെ പോയത്. ഇത് ഇട്ട ഡ്രസ്സ് രാത്രിയൊക്കെ നമ്മൾ പറയുന്നത് സാധാരണ നമ്മൾ രാത്രി ഇടുന്ന ഡ്രസ്സ് എന്താ വല്ല പഴയതായിരിക്കും ഇടുക. ആ ഇട്ടിട്ടാണ് ഇവിടുന്ന് അന്ന് പോയത്. ഇട്ട ഡ്രസ്സ് കൊണ്ടാണ് ഞങ്ങൾ ആ കാടും ഇതും കയറ്റി എൻ്റെ മോളെ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇപ്പോഴത്തെ വീട് ഞങ്ങൾ സ്വർഗ്ഗം, അതന്നെ പറയാനുള്ളൂ. വേറെ ഒന്നും അതിൽ പറയാനില്ല. നമ്മളെ കേരളത്തിൽ എല്ലാവരും സഹായിച്ചില്ല, ആർക്കും ഒരു നഷ്ടം വരില്ല. കാരണം പറഞ്ഞാൽ ഞങ്ങളെല്ലാ പ്രാർത്ഥനയും ഈ സഹായിച്ച എല്ലാവർക്കും ഉണ്ട്. എൻ്റെ മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ വീടിൻ്റെയും റേഷൻ കാർഡ് വരെ ഇപ്പം കൽപ്പറ്റയിലേക്ക് സർക്കാർ ഇതിൽ തന്നെ ആക്കി തന്നിട്ടുണ്ട്. മറ്റത് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരു 10 നടത്തെങ്കിലും നടക്കേണ്ടി വരും. ഏത് കാര്യത്തിന്, വെള്ളത്തിൻ്റെ ആണെങ്കിലും ഇനി KCBൻ്റെ ആണെങ്കിലും. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം. രേഖകൾ, കാര്യങ്ങൾ, വെള്ളത്തിൻ്റെ, കറണ്ട് ബില്ല്, പിന്നെ അങ്ങനെ എല്ലാം സർക്കാർ തന്നെ 3 മാസത്തേക്ക് അടച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു ഫർണിച്ചർ ഷോപ്പുണ്ട്. പണിയെടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇപ്പോൾ ചെന്ന് പെട്ട ഒരു റിപ്പിൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷെ നല്ല മനുഷ്യന്മാർ. കാരണം പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെല്ലാവരും നല്ല സഹായമുണ്ട്. ഒന്നര വർഷത്തിനിടെ അതിജീവനത്തിന്റെ പല പാഠങ്ങൾ പഠിച്ചു ദുരന്തബാധിതർ. നല്ല നാളെയെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയവർ ഇരുട്ടിന്റെ മറവിൽ മണ്ണിനടിയിലായപ്പോൾ സ്തംഭിച്ചു നിന്നുപോയവരാണ്. കൂടപ്പിറപ്പിനെയും കുഞ്ഞുങ്ങളെയും തിരിച്ചറിയാൻ തലമുടി നാരിന്റെയെങ്കിലും സാധ്യത തേടിയവരാണ്. ഇന്നവർ പുതിയ ലോകത്തെ, പുതിയ ജീവിതത്തെ സ്വപ്നം കാണുകയാണ്. ഞാനിവിടെ എസ്റ്റേറ്റിന്റെ സ്റ്റോറിലാണ് വർക്ക് ചെയ്തിരുന്നത്. അന്ന് മിച്ചം വെച്ചും കുറി പിടിച്ചും ചിട്ടി വെച്ചൊക്കെ കുറേശ്ശെ ആയിട്ട് സമ്പാദിച്ചിട്ട് വീട് പണി മൊത്തത്തിൽ പൂർത്തിയാക്കി. അതും കുറെ പണി ബാലൻസ് നിർത്തി. അങ്ങനെ 2019 പുത്തുമല ഉരുൾപൊട്ടുന്ന ആ സമയത്താണ് ഞങ്ങള് ബാക്കി മൊത്തം പണി തീർത്തത്. എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരു വീടായിരുന്നു. 2 ബെഡ്റൂമും വലിയൊരു ഹാളും സിറ്റൗട്ടും അടുക്കളയും ബാത്റൂമും വർക്കേരിയൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഒരു വേദനയാണ്. മോളെടുക്കാനായിട്ട് വന്ന പോലെയാണ് നമുക്കത് തോന്നുന്നത്. കാരണം ഞങ്ങൾ രണ്ടാളും രക്ഷപ്പെടുക, മോളതിൽ നിന്നും മരണപ്പെടുക, അതാണ് മുണ്ടക്കൈ. അവിടെ നിന്ന് നേരെ കയറി അടിച്ചു വന്ന് നമ്മളെ വീട്, ഞങ്ങൾ കിടന്ന റൂമും മോളെ റൂമിന്റെ പകുതി ഭാഗം എടുത്തിട്ടാണ് ഉരുളി പോകുന്നത്. മോള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് 1 മാസം നിൽക്കാൻ വന്ന വീട്ടിൽ. 1 മാസം നിന്നു. 1-ാം തീയതി ജോലിക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് 30-ാം തീയതി സംഭവിക്കുന്നത്. കൺമുന്നിലൂടെ ഒഴുകിയൊലിച്ചുപോയ മണ്ണിനടിയിലെവിടെയോ ഇന്നും മറഞ്ഞുപോയ പുത്തുമലയിലെ സ്നേഹഭൂമിയിൽ നമ്പറുകളായി മാത്രം മാറിപ്പോയ എത്രയോ പേരുടെ പ്രാർത്ഥനയാണ് ഇന്നിവിടെ ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. അവരിൽ പുതിയ വീടെന്ന സ്വപ്നം കണ്ടവരുണ്ട്. രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങളെ മഴ നനയാതെ ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്.
വീടായാലും നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ മോള് കൂടെ എല്ലാം എന്നുള്ളത് നമുക്കൊരു വേദന തന്നെയാണ്. മോൾക്കായിരുന്നു ഭയങ്കര ആഗ്രഹം ജോലിയായിട്ട്. നമ്മൾ ചുരമല സ്കൂൾ റോഡിലെ ഉള്ളോട്ടാണ് നമ്മുടെ വീട്. അപ്പൊ മോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്കൊരു ജോലി ആയി കഴിഞ്ഞിട്ട് നല്ലൊരു സ്ഥലത്ത് അച്ഛനും അമ്മയ്ക്കും നല്ലൊരു വീട് ഞാൻ വെച്ച് തരും. അവള് മനസ്സിൽ കണ്ടുപോലെ തന്നെ ഇപ്പൊ നല്ലൊരിടത്ത് വീടായി. പക്ഷെ നമുക്ക് ഓരോന്നും കിട്ടുമ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് ഈ ഓർമ്മയുടെ ഒരു ഭയങ്കര വിഷമാണ് നമുക്കത്. അതെ, അവൾ ആഗ്രഹിച്ച പോലെ അവള് പറഞ്ഞിരുന്ന പോലെയാണ് ഇപ്പൊ നമുക്ക് നല്ലൊരിടത്ത് നമ്മൾ ആഗ്രഹിച്ചേക്കാൾ കൂടുതലാണ് സർക്കാർ ഇപ്പൊ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്.